എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ മാസം 5-ാം തീയതി തിങ്കളാഴ്ച സർക്കാരിൻ്റെ ഓമനകൾക്ക് വീണ്ടും ശമ്പള വർധന എന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഇവരുടെ ശമ്പളത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഇവർക്ക് ഏതൊക്കെ വിധത്തിലാണ് എന്നൊക്കെയുള്ളൊരു വിശദീകരണം കഴിഞ്ഞ് അതിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ അന്തസത്ത ഇതാണ്: ഈ പിണറായി ഗവൺമെൻറ് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നതിനിപ്പുറം, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്നതിനിപ്പുറം 6.5 ലക്ഷത്തിൽ താഴെ വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഒന്ന് വലുതായിട്ട് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നായിരുന്നു ആ വീഡിയോയുടെ മർമ്മം. ഇനി അതിനകത്ത് അതിൻ്റെ വർധനയുടെ ബാക്കി വിവരങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ 38% വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം ഗുണം 1.38 ഇട്ട് ഗുണിച്ചാലാണ് ഇനി മുന്നിലോട്ട് ശമ്പളം കിട്ടാൻ പോകുന്നത്. അങ്ങനെ 24 മാസം മുൻകാല പ്രാബല്യത്തിൽ സർക്കാർ ഒരു വലിയ കൊള്ളരുതായിക ചെയ്യാൻ പോകുന്നു. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിൽക്കാൻ മേല, അന്നേരം ഇറങ്ങിപ്പോകുന്നതിനിപ്പുറം ഒരു വലിയ പണി. അതെങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, ഈ കോളേജ് പ്രൊഫസർമാരുണ്ടല്ലോ, വലിയ കൂടിയ പുള്ളികൾ, അവർക്ക് ശമ്പളം 2 ലക്ഷം രൂപ ഉള്ളവർ, അവർക്ക് 38% ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു മാസം 76,000 രൂപ കൂടുതൽ കിട്ടും. ഈ പുതിയ പരിപാടി മുതൽ ഈ 76,000 രൂപ ഇൻറ്റു 24 തവണ 2 വർഷം പുറകോട്ടാണ് മുൻകാല പ്രാബല്യത്തോടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 24 മാസം മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കും 18.24 ലക്ഷം, 18,24,000 രൂപ ഒരാൾക്ക് കിട്ടും. നമ്മുടെ 6.5 ലക്ഷം അടുത്ത് 6.45 അടുത്ത് അമിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ, അതിലൊരു 60% അധ്യാപകന്മാരാണ്. ഈ അധ്യാപകന്മാർക്ക് നല്ലൊരു ശതമാനം എല്ലാവർക്കും ഇതുപോലെ അങ്ങ് കൂട്ടുക, നിലവിൽ കിട്ടുന്നത് ഇൻറ്റു 1.38 വെച്ച് അതിനനുസരിച്ച് ഇവരുടെ പെൻഷനും കൂടും. അപ്പോൾ ഇത് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു മാസം 2,500 കോടി രൂപ വേണം ഇത് കൊടുക്കാൻ. ഒരു മാസം 2,500 കോടി രൂപയും കൂടെ എക്സ്ട്രാ വേണം ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് കൂടാതെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പൊട്ടന്മാരായ പൊതുജനം 3,35 ലക്ഷം, അധികാരവർഗം എന്ന് പറഞ്ഞാൽ 15 ലക്ഷം. ഈ 15 ലക്ഷത്തിൽ 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാർ, നിലവിൽ ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്നവർ, പിന്നെയുള്ളത് ഒരു കുറച്ച് പെൻഷൻകാർ, പിന്നെ ഈ നിലവിലുള്ള രാഷ്ട്രീയക്കാരും. ഇത്രയും പേരെന്ന് പറഞ്ഞാൽ 15 ലക്ഷത്തിൽ താഴെ ഉള്ളൂ. ഇപ്പം നിലവിൽ എന്നാ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ 2,500 രൂപയും കൂടെ കൂടുമ്പോൾ കേരളത്തിലെ 3,35 ലക്ഷം ജനം, അതിലൊരാൾ മാസം 750 രൂപയും കൂടെ കൂടുതൽ വഹിച്ചാലേ ഇവന്മാർക്ക് ഈ കോപ്പ് ഒടുക്കത്തെ വർധനവ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 5 പേരുള്ള വീട്ടിൽ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും 3,750 രൂപയും കൂടെ സർക്കാരിലേക്ക് കൊടുത്താലേ ഇവന്മാർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനനുസരിച്ച് ഇവന്മാർ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഇനി വരാൻ പോകുന്നത് ജനകീയ ബഡ്ജറ്റാന്ന് പറഞ്ഞാൽ ആരുടെ എന്നാ ജനകീയ ബഡ്ജറ്റ്? ഇത് വരാൻ പോകുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ മറ്റേടത്തോട്ട് തള്ളാനുള്ള ബഡ്ജറ്റായത്. ഇനി രസം അതല്ല, ഈ ജനുവരി 12-ഉം 13-ഉം ഇവന്മാർ സമരം ചെയ്യാൻ പോവുക. ഈ സമരം ചെയ്യുമ്പോൾ ഇവന്മാരുടെ മുതലാളിമാരാരാ? രാഷ്ട്രീയക്കാർ. ഇവന്മാരുടെ നേതാക്കന്മാരാരാ? ഈ നമ്മുടെ 140 MLA കുറേ ഇവന്മാരുടെ നേതാക്കന്മാർ. പെയിൻ്റ് അടിച്ചും വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്കൂളിൻ്റെ മതിലേക്കൂടെ, നാട്ടിൻ്റെ മതിലേക്കൂടെയും അവിടെ ഇവിടെയെല്ലാം സർക്കാരിൻ്റെ മതിലേക്കൂടെ എല്ലാം ഇവന്മാരുടെ സമരത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ച് അങ്ങനെ വൃത്തികേടുവാക്കും. എന്നിട്ട് ഒരു 2 ദിവസം 13-ഉം 12-ഉം 13-ഉം ഇവന്മാർ സമരമാണ്, സൂചനാ സമരം. ഇപ്പം തന്നെ ധാരണയാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഈ 140 MLA അവന്മാരിൽ പെട്ടവന്മാരിരുന്ന നേതാക്കന്മാർ, അവന്മാരും എല്ലാം കൂടെ ചേർന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു ധാരണയാക്കിയിട്ട് ഇതങ്ങ് അനുവദിച്ചു കൊടുക്കും. ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് നടപ്പാക്കുകയും ചെയ്യും. ഈ 20 മന്ത്രിമാർ കൂടി ഇരുന്ന് തീരുമാനമെടുത്ത ഇതങ്ങ് നടന്നോളും. ഇപ്പോൾ ഇത് ഉത്സാഹിച്ച് പിടിച്ച് ഉണ്ടാക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റിയല്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ മനുഷ്യരോടും പറയട്ടെ, ഒരുങ്ങിയിരുന്നോ, മാസം 750 രൂപ വെച്ച് ഓരോരുത്തൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. എങ്ങനെ മേടിക്കുമെന്നറിയാവോ? ഈ എല്ലാത്തിൻ്റെ നികുതി അങ്ങ് കൂട്ടും, കറണ്ട് ബില്ല് ഇനിയും കൂട്ടും, വെള്ളത്തിൻ്റെ കരം ഇനിയും കൂട്ടും, കിണറിലെ വെള്ളത്തിന് നികുതി ഇടും. ഞാൻ നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഇവന്മാരെ ഒരു 140 MLA കൂടി ഒരു കോല ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വസ്തുക്കളെല്ലാം ക്രമവൽക്കരിക്കണമെന്നും പറഞ്ഞുകൊണ്ടൊരു വള്ളി കൊണ്ടുവരും.
എന്ന് പറഞ്ഞാൽ പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എല്ലാ വസ്തുവിനും അങ്ങനെ ഒരു പ്രശ്നം കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നിലവിലുള്ള അടിസ്ഥാന വില എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ ന്യായം തുക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വസ്തുവിന്, അതായത് വസ്തു ഇപ്പം വിൽക്കാൻ മേലാത്തത്. അപ്പോൾ അങ്ങനെ വിൽക്കാൻ മേലാതെ കിടക്കുന്ന വസ്തുവിൻ്റെ അടിസ്ഥാന വിലയുടെ 40% സർക്കാരിലേക്ക് അടിച്ചെങ്കിലേ ഇത് ക്രമവൽക്കരിക്കാൻ പറ്റുള്ളൂ. മേടിച്ച് ഇവന്മാരുടെ വായിലോട്ട് തള്ളണ്ടേ? മലയാളി ഇങ്ങനെ അനങ്ങാതെ ഇരിക്കും തോറും നമ്മുടെ വായിലോട്ട്, നമ്മുടെ നെഞ്ചത്തോട്ടുള്ള നമ്മുടെ വായി കയറി അടിക്കുക ഇവന്മാർ. ഇനി UDFകാരോട് ചോദിക്കട്ടെ, ഇവന്മാർ ഇത് ഒപ്പിച്ച് വെച്ചാലും തീരുമാനമാക്കി വെച്ചാലും ഈ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങളാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ നിങ്ങളിത് കൊടുക്കുകയല്ലെന്ന് പ്രകടന പത്രികയ്ക്കകത്ത് എഴുതി വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടോ? ഈ 15 ലക്ഷത്തിൻ്റെ വോട്ട് വേണ്ടെന്ന് അതാവന്മാർ LDFകാർക്ക് കൊണ്ട് കൊടുക്കട്ടെ. അതിനകത്ത് 85% LDFകാർ അവന്മാർക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുക്കട്ടെ മുഴുവൻ. എന്നാൽ പോലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങൾക്ക് ഈ 3,35,00,000 ജനത്തിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കൊരു ആത്മാർത്ഥതയുണ്ടോ? അതിനകത്ത് ഈ 3,35,00,000 ഈ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടുകാർ കുറച്ച് പേരൂടെ കാണുമായിരിക്കും. 15, 4, 60. ആ 60 അങ്ങ് പോട്ടെ 3.5-ന്ന്. ബാക്കി 2,90,00,000 കൂടെ നിൽക്കാൻ UDFകാർക്ക് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറക്കായി അനുവദിച്ച് കൊടുക്കരുത്. അതാ UDFകാരോട് ചോദിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഈ 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരിൽ 60% അധ്യാപകന്മാർ. ഡോക്ടർ തോമസ് ഐസക് എന്ന് കേട്ടിട്ടുണ്ടോ? ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ഡോക്ടർമാരുണ്ട്. ഇവന്മാരെ കൊണ്ട് എന്നാ ഗുണം? ഇവന്മാരാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാണോ? ഇവന്മാരെന്നാ ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്ന് കുടിവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നവരാണോ? എന്നാ ഉണ്ടാക്കി കൊടുക്കുന്ന ഇവന്മാർക്ക് ഈ 2 ലക്ഷം കൊടുക്കുന്നവർക്ക് ഇനി 78,000 കൂടെ എന്നാ ഉണ്ടാക്കാൻ അങ്ങോട്ട് കൊടുക്കുന്നത്? 76,000 കൂടെ. എത്ര പോക്കൃത്തരമാണ് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? കേരളത്തിലെ പത്രങ്ങളിൽ ഇതിനകത്തൊരു കുഞ്ഞു തൊലിഞ്ഞ വാർത്ത, എന്നാൽ ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ നല്ല ഡീസൻ്റായിട്ട് വാർത്തയുണ്ട്. ഈ പത്രക്കാർക്കുണ്ടല്ലോ ഇവന്മാർക്ക് നാടിനോടോ നാട്ടുകാരോടോ യാതൊരു ലോകമില്ലാത്തവന്മാർ. ഇവന്മാർക്ക് ഈ പരസ്യം മാത്രം കിട്ടിയാൽ മതി. ഈ മനുഷ്യനൊന്നും ഇവിടെ ഇല്ല, പിന്നെ പരസ്യം ആര് കാണും? ഇത്രയും വൃത്തികെട്ട കുറേ പത്രക്കാരും. ഇനിയിപ്പോൾ നോക്കിക്കോ, ഇതെന്നാ സംഭവിക്കാൻ പോകുന്നറിയോ? ഇപ്പോൾ ഇവന്മാർക്ക് ഇത്രയും കൂടി അങ്ങ് വർദ്ധിപ്പിച്ച് കൊടുക്കും. വർദ്ധിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഇത് ആരുടെ നിന്ന് പിഴിക്കണം? ഇത് നാട്ടുകാരനെ പിഴിയണം. അപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാരനോട് പറയും കടയുടെ ലൈസൻസ് ഫീസ്, വാടകയുടെ ഇത്ര ശതമാനം GST, കറണ്ട് ബില്ല് കൂടുതൽ, വെള്ളത്തിന് ബില്ല് കൂടുതൽ, പിന്നെ ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങി പരിശോധിക്കും. ഇതെല്ലാം കൂടെ വരുമ്പോൾ കടക്കാരന് ഇപ്പോൾ 80 രൂപയ്ക്ക് വിൽക്കുന്ന ബീൻസ് അല്ലെ 60 രൂപയ്ക്ക് വിൽക്കുന്ന ബീൻസ് അവൻ 80 രൂപയ്ക്ക് വിൽക്കും. ഇപ്പം തന്നെ ഒരുവിധം നല്ല കുത്തരിക്ക് 68 രൂപ 70 രൂപയായി. ഈ ഒടുക്കത്തെ കൂട്ടുമ്പോൾ ഇതൊരു 80 രൂപയിലോട്ട് വരും, അല്ലെ 85 രൂപയിലോട്ട് വരും. പാലിന് ഇനിയും കൂടും ഒരു 10 രൂപ, മുട്ടയ്ക്ക് വില കൂടും. ഇതൊന്നും കൃഷിക്കാരന് കിട്ടാൻ പോകുന്നില്ല. ഇത് മുഴുവൻ ടാക്സ് ആയിട്ട് സർക്കാർ പിടിച്ചോണ്ട് പോയി ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് അടിച്ചു കയറ്റും. ഇവരുടെ വായിലോട്ട് തള്ളിക്കയറ്റി കഴിയുമ്പോഴത്തേനും അവസാനം നാട്ടിൽ എല്ലാ സാധനത്തിനും വില കൂടും. കൃഷിക്കാരന് 2 കൊല്ലം മുമ്പ് കൊടുത്ത വാഴക്കൊലയ്ക്ക് വല്ലതും മുൻകാല പ്രാബല്യം കിട്ടുമോ? ഇല്ല. 2 കൊല്ലം മുമ്പ് കൊടുത്ത ഷീറ്റിന് വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടുകയില്ല. പിന്നെ നാട്ടുകാരൻ എന്നാ എടുത്തിട്ടാണ് കിട്ടുന്നത്? 2 കൊല്ലം മുമ്പ് പണിയെടുത്തതിന് ഏതെങ്കിലും കടയിൽ ഇരിക്കുന്നവർക്ക് അവർ കൂലി കൂടി തരുമോ? ഇല്ല. പിന്നെ എന്നാ കാണിച്ചോണ്ടോ ഇവന്മാർ ഈ പഴയ ആളുകൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കയറ്റി കൊടുക്കുന്നത്? എന്നാ കാണിച്ചോണ്ടോ ഇവന്മാർ ചെയ്യുന്നത്? ഈ 15 ലക്ഷം അധികാരവർഗത്തിന് ഈ കേരളത്തിൽ നിന്ന് അടിച്ചോടിക്കാതെ ഈ കേരളം നന്നാവുകയില്ല. അത് ഈ 3,35,00,000 മനസ്സിലാക്കി വെച്ചോ. ഈ 15 ലക്ഷം അധികാരവർഗത്തിന് ഈ വടി പോലെ കതറിട്ടവനെയൊക്കെ പത്തലിന് നാട്ടിൽ നിന്ന് ഓടിക്കാതെ ഈ നാട് നന്നാവുകയില്ല. ഇവന്മാരെ ഈ കൊള്ളരുതായി മുഴുവൻ കാണിക്കുന്നത്. ഇനി ഒരു വലിയ വള്ളിയും കൂടെ വരാൻ പോകുന്നുണ്ട്. പറയട്ടെ, യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു ശതമാനം ആളുകൾ പണിയില്ലാതെ ഇങ്ങോട്ട് വരിക. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ വരും. എന്നാൽ പിന്നെ ഈ ഒട്ടുക്കത്തെ കൂട്ടി ഉദ്യോഗസ്ഥന്മാരുടെ മറ്റിടത്തോട്ട് കയറ്റാതെ അവർക്കെല്ലാം കുറച്ച് കൊടുത്ത് അതുങ്ങളെല്ലാം ജീവിക്കല്ലേ? അതുകൊണ്ട് LDFനോടും UDFനോടും പറയട്ടെ, ഈ കളി ഒത്തിരി മുന്നോട്ട് പോവുകയില്ല. ഉദ്യോഗസ്ഥന്മാരോടും പറയട്ടെ, ഈ ഒടുക്കത്തെ കൂടുതലും മേടിച്ച് വെച്ചിട്ട് നീ ഒന്നും മേടിയുണ്ടാകുകയില്ല. എവിടെ നിന്നെടുത്താ തരുന്നത്? ഇത് നോക്കിയോ, ഇവിടുന്ന് അവസാനം ഈ കേരളത്തിൽ ഏറ്റു നിൽക്കാൻ ആരോഗ്യമുള്ളവനെല്ലാം കേരളത്തിൽ നിന്ന് ലോകം മുഴുവൻ, ഇനി ലോകത്തോട്ട് പോകാൻ പറ്റില്ല, ഇന്ത്യ മുഴുവൻ തെണ്ടി നടക്കുന്ന ഒരു കാലഘട്ടം ഈ കതറിട്ട നാറികളിലൂടെ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. ഇതുപോലെ ഹൃദയമില്ലാത്ത കുറേ രാഷ്ട്രീയക്കാരും അതിന് ചേർന്ന ഒരന്തസ്സും ഇല്ലാത്ത കുറേ ഉദ്യോഗസ്ഥന്മാരും ആ തലപ്പത്തൊക്കെ ഇരിക്കുന്നവന്മാരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഓരോ മലയാളിയും പിഴിഞ്ഞും കൊന്നും ചോര കുടിക്കുന്ന സാധനങ്ങളാണ് ഇവനൊക്കെ. ഈ 2 ലക്ഷം ഇപ്പം നിലവിൽ ഒരുമാതിരിപ്പെട്ട മനുഷ്യന് ജീവിക്കാൻ ഒരു നിലവാരം ഇല്ലാത്തപ്പം, ഒരു സാഹചര്യം ഇല്ലാതെ നിൽക്കുമ്പോൾ സാധാരണക്കാരൻ എങ്ങനെയാണ് ജീവിക്കുന്ന അറിയാതെ മേലാ വരുമ്പോൾ ഉള്ളത് മുഴുവൻ മുടിച്ച് തേച്ച് കഴുകി ഇത്ര ആക്കി കഴിയുമ്പോൾ പിന്നെ കൂട്ടിയേക്കുന്നത് 38% പോക്കൃത്തരമല്ലേ? ഞാൻ ആൾക്കാരോട് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, ഇത് പോക്കൃത്തരമല്ലേ? ഇതിനെ ഒന്ന് അനുവദിച്ച് കൊടുത്ത് കൂടാന്ന് മാത്രമല്ല ഇതിൻ്റെ പുറകെ കളിക്കുന്ന പീശാചുക്കളെ മുഴുവനെണ്ണത്തിനെയും പുറത്താക്കി കളയണം.
അതുപോലെ സങ്കടവും വേദനയും വെച്ചാൽ ഇത് പറയുന്നത്. കിട്ടുന്നത് മുഴുവൻ ഇവന്മാരുടെ വായിലോട്ട്. ബാക്കിയുള്ളവർക്ക് ഒരു പ്ലാസ്റ്റിക് കൂട് പോലും കൊണ്ടുവന്നാൽ ഉടനെ വഴി പിടുത്തോ. എന്നാൽ പ്ലാസ്റ്റിക് കൂട് അല്ലാത്ത സാമാനം ഉണ്ടാവുമോ? അതുമില്ല. എന്നാൽ ഈ സാധനം കടയെ വിൽപ്പിക്കാതിരിക്കാൻ ഇത് ഉണ്ടാക്കുന്നിടത്ത് അങ്ങ് നിയന്ത്രിച്ചാൽ പോരെ? അതില്ല താനും. അതുണ്ടാക്കി അത് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത് പിന്നെ അത് പിടിപ്പിച്ച എന്നാ ഇടപാടാ? പെണ്ണുപിള്ളമാരെ വിട്ട് വ്യഭിചരിച്ച് കാശുണ്ടാക്കുന്ന പോലെയല്ലേ ഗവൺമെൻറ് ഈ തെണ്ടിത്തരം കാണിക്കുന്നത്? കുടിച്ചിട്ട് ഊതിക്കും, സാമാനം അവിടെ വിൽക്കുകയും ചെയ്യും. ഇത്രയും കൊള്ളുകരാത്ത ഒരു നാടാക്കി ഈ നാട് പോയല്ലോ, തകർന്നു പോയല്ലോ എന്നോർത്ത് വേദന കൊണ്ട് പറഞ്ഞതാണ്. എന്ന് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് നിൽക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.